ഫ്രാൻസിലെ 1821 ആരംഭിച്ച ഒരു റോപ്പ് ട്രെയിൻ സർവീസാണ് കേട്ടോ ഈ കാണുന്നത്. പഴനിയിൽ ഒക്കെ കാണുന്നത് പോലെ താഴ്വാരത്ത് നിന്നും ഒരു മലമുകളിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ സർവീസ്. ഈ ഒരു റോപ്പ് ട്രെയിൻ സർവീസ് തുരങ്കപാതയിലൂടെയും പോകുന്നു എന്നുള്ളത് ഒരു സവിശേഷത തന്നെയാണ്. ഈ ട്രെയിൻ സർവീസിന് പല പ്രത്യേകതകളുമുണ്ട്. അതിൽ വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു റോപ്പ് തന്നെയാണ് രണ്ട് ട്രെയിനുകളെയും നിയന്ത്രിക്കുന്നത്. റോപ്പിന്റെ ഒരറ്റം ഒരു ട്രെയിനിലും മറുഅറ്റം അടുത്ത ട്രെയിനിലും ഘടിപ്പിച്ചിരിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ ഒരു ട്രെയിൻ സർവീസ് കാലങ്ങൾ കടന്നുപോയതോടെ ട്രെയിനിന് മാറ്റം വരുത്തി പുതിയ മോഡൽ ആക്കി എന്നല്ലാതെ സിസ്റ്റം എല്ലാം പഴയത് തന്നെ. ഗുരുത്വാകർഷണ ബലമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഡീസൽ സപ്പോർട്ടിൽ നിന്നും ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് ട്രെയിനുകളും ഒരു ട്രാക്കിലാണ് ഓടുന്നത്. ഈയൊരു ട്രാക്കിന്റെ അല്ലെങ്കിൽ ഈയൊരു കുന്നിന്റെ മധ്യഭാഗത്തായിട്ട് രണ്ട് ട്രെയിനുകളും ഒന്നിച്ചു വരുന്ന ആ ഒരു പൊസിഷനിൽ മാത്രം രണ്ട് ട്രാക്കുകളുണ്ട്. അവിടെ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് ട്രെയിനുകളും ട്രാക്കുകൾ മാറി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. 10 മിനിറ്റ് ഇടവിട്ട് ഈ ട്രെയിൻ സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഇനി ഈ ട്രെയിനുകൾ നിയന്ത്രിക്കുന്ന ലോക്കോ പൈലറ്റിന്റെ കാര്യമായിക്കൊള്ളട്ടെ, അതും പ്രത്യേകതയുള്ളതാണ്. ഈ ട്രെയിനുകളുടെ രണ്ട് സൈഡിലും ഡ്രൈവിംഗ് കൺട്രോളുകളുണ്ട്. മുകളിലോട്ട് പോകുന്ന ട്രെയിനിൽ ലോക്കോ പൈലറ്റ് മുകളിലത്തെ സൈഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യും. ആ ട്രെയിൻ തന്നെ താഴോട്ട് വരുമ്പോൾ ലോക്കോ പൈലറ്റ് താഴെ സൈഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യും. ലോക്കോ പൈലറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണോ അവിടെ നമുക്ക് നിൽക്കാൻ പാടില്ല. പകരം നമുക്ക് മറുവശം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ നമ്മളെ നിർത്തുകയുള്ളൂ. ഈയൊരു വലിയ സിറ്റിയെ ഈയൊരു ട്രെയിനിലിരുന്ന് നമുക്ക് മൊത്തമായിട്ട് കാണുവാൻ സാധിക്കും. അതൊരു മനോഹര കാഴ്ച തന്നെയാണ്. 2 യൂറോയിൽ താഴെ പേ ചെയ്ത് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് കൊണ്ട് ഈ ഒരു മലമുകളിലെത്താം. നടന്നു കയറുവാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതിനോട് ചേർന്ന് തന്നെ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ നടന്നു വേണം കയറുവാനായിട്ട്. പിന്നെ നടന്നു കയറിയാൽ ആള് മുകളിലെത്തുമ്പോഴത്തേക്കും അവശതയായിട്ടുണ്ടാവും. താഴ്വാരത്ത് നിന്നും ബസ് സർവീസും ഉണ്ട്. പക്ഷേ ഈ ബസ് സർവീസ് എന്ന് പറയുന്നത് ഹെയർ പിൻഡന്റ് എല്ലാം വളഞ്ഞു തിരിഞ്ഞ് എത്തുമ്പോഴത്തേക്കും ഒരു 30 മിനിറ്റ് ഒക്കെ എടുക്കും. ഈ ഒരു കുന്നുകൾ നിറയെ വീടുകളാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുള്ള ഒരു ട്രെയിൻ സർവീസ് തന്നെയാണ് ഇത്. കൂടാതെ കോളേജുകളുമുണ്ട്. ഈ മുകളിൽ കാണുന്ന ആർച്ചുകളിൽ ചിലതൊക്കെ റോഡുകളാണ്. 2 കിലോമീറ്ററിൽ താഴെയാണ് കേട്ടോ ഈ ഒരു റെയിൽപാതയുടെ ദൂരം എന്ന് പറയുന്നത്. ഈയൊരു റോപ്പ് ട്രെയിൻ യാത്ര ഏതായാലും ഫ്രാൻസിലെ ഒരു അടിപൊളി അനുഭവം തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള വിശേഷങ്ങൾ അറിയുവാനായിട്ട് കൂടെ കൂടിക്കോളൂ. ഇനിയുള്ള യാത്രകൾ നമുക്ക് ഒരുമിച്ചാവാം.